ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് കൈറൊട്ടിയാണ്. അപ്പോൾ കൈറൊട്ടി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും റിപ്പീറ്റ് പോലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇപ്പോൾ പല ദിവസങ്ങളിലും കാണുന്ന ഒരു ഐറ്റമാണ് ഈ കൈറൊട്ടി എന്ന് പറയുന്നത്. പിന്നെ ചിക്കൻ കറിയാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേപ്സ് ആണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ ലഞ്ചിൻ്റെ കുറച്ച് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ വീക്ക് ഡേ ആണ്, വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല, ചെറിയ രീതിയിലുള്ള ലഞ്ച് കുക്കിംഗ് ഉണ്ട്. പിന്നെ ലഞ്ച് കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റെസിപ്പി വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേയിൽ വേണ്ടിയും ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ തക്കാളി അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായും പച്ച ചെമ്മീനും ഒക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വെറും ചോറിൻ്റെ കൂടെ, നമ്മുടെ നോർമൽ കുത്തരി ചോറിൻ്റെ കൂടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിന് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആ ഒരു ടൊമാറ്റോയും മുരിങ്ങയ്ക്കായും ആ പ്രോൺസും ഒരു 5 മിനിറ്റ്സ് നമ്മൾ വേവിച്ചെടുക്കുന്നു. അതിനുശേഷം ഈസി ആയിട്ട് ഞാനിപ്പോഴേ എൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതിൻ്റെ രസം കളയുന്നില്ല. നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ ലഞ്ചിന് വേണ്ടി സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്ന ഈ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് എന്ന് പറയുകയാണെങ്കിൽ കൂടിപ്പോയ ഒരു 4 മിനിറ്റ്സ് 5 മിനിറ്റ്സ്, അതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് താളിച്ചൂറ്റലൊക്കെ ഉണ്ട്. കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് താളിച്ചൂട്ടൽ പരിപാടിയും എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന പാർട്ടെന്ന് പറയുന്നത് നമ്മൾ പച്ച ചെമ്മീൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ കടുക് പൊട്ടിച്ച് ഈ ഒരു താളിച്ചൂറ്റൽ പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറി റെഡിയാക്കുന്ന ദിവസം ഞാൻ വയററിയാതെ, അതായത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ചോറ് കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് എന്നും ഞാൻ റെഡിയാക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് റെഡിയാക്കാറുള്ളൂ. കാര്യം എന്താ വെച്ചാൽ റൈസ് എന്ന് പറയുന്നത് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കറികൾ കൂട്ടി കഴിക്കാനാണ് എന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നത്. ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും, അത്രയും സ്വാദാണ്. അപ്പോൾ വല്ല കാലത്തുമൊക്കെ വയറ് നിറച്ച് ചോറൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള സ്വാദിഷ്ടമായിട്ടുള്ള കറികളൊക്കെ വെച്ചോളുക. അപ്പോൾ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വീട്ടിൽ മക്കളും നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണും. ഇളയ മോൾക്കും അതുപോലെ തന്നെ മൂത്ത മോൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഒഴിച്ചുകറി കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വളരെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല, പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഒരു 2 ദിവസത്തേനൊക്കെ വെച്ചാൽ ഒരു ചൂടാറിയതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാലൻസ് ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിലത്തേനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഞാൻ ഓരോന്നായിട്ട് ടേബിളിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം നാളെ റെസിപ്പി വീഡിയോ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തമ്പനെയിലിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. ഈ ഒരു കറിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും വേണ്ട. ഒരു പപ്പടം പൊരിച്ചതോ ഈ ഒരു ചൂട് ചോറും ഈ കറിയും മാത്രം മതി. എന്താണേലും നമുക്ക് നമ്മുടെ ലഞ്ച് വിശേഷത്തിലേക്ക് കയറാം. ഇതെന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ കലവറയായിട്ടുള്ള വൻപയറാണ്. അപ്പോൾ വൻപയർ തോരൻ, പിന്നെ മുട്ട ചിക്കിയത്. ഞാൻ മനഃപൂർവ്വം ഇന്ന് ചിക്കനോ ഫിഷോ ഒന്നും ഫ്രൈ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മുരിങ്ങയ്ക്ക തക്കാളി കറി ഉണ്ടല്ലോ, പ്രോൺസ് കറി, അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഉണക്കമീനാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പപ്പടവും ഉണക്കമീനും കൂട്ടിയിട്ടാണ് മുട്ട പൊരിച്ചു. സിമ്പിളായിട്ട് കുറച്ച് മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചൂട് ചോറെടുത്തു, അതിൻ്റെ മുകളിലേക്ക് കറി വിളമ്പി, പിന്നീട് നമ്മൾ മുട്ട പൊരിച്ചതും ഉണക്കമീനും വൻപയർ തോരനും പപ്പടമൊക്കെ ചേർത്ത് ഒരു പിടി പിടിക്കുകയാണ്. ഈ വൻപയർ തോരൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അധികമാണ്. ഇന്ന് ആ ഒരു ചൂട് ചോറും ഈ ഒരു ഒഴിച്ചുകറിയും ഈ ഒരു ഉണക്കമീൻ ഫ്രൈയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അധികമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച്
ഞാൻ വിളമ്പാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങ ഒഴിച്ച് കറി ചിലർക്കൊന്നും തേങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ച് കറി ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യുക. അല്ലാതെ ഉള്ളവർക്കൊക്കെ ഇതെന്ന് പറയുന്നത് ചോറിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിഷായിരിക്കും. അപ്പോൾ ഞാൻ ചോറ് വിളമ്പി, നല്ല ചൂട് ചോറ് വിളമ്പി, കറികളെല്ലാം വിളമ്പി, അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. വൻപയർ ചോരൻ എന്ന് പറയുന്നത് ഹെൽത്തി തോരനാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ നമ്മുടെ വൻപയർ, ചെറുപയർ, പരിപ്പ്, പയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റ്സ് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. തലേ ദിവസത്തെ ഡേറ്റ്സ് ഫ്രൈ ചെയ്ത് ഞാനത് കഴിച്ചു. മക്കൾക്ക് അത് പോരാന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഓരോ പീസ് കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തതാണ്, എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടയിലെ അതേ രുചിയിൽ കിട്ടുന്ന നമ്മുടെ ഉള്ളിവടയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതും ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറമേ നല്ല ക്രഞ്ചി ക്രിസ്പി ആയിട്ട് ഉള്ളും നല്ല വെന്ത് നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, വെറും ഒരു 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഒരു 5 മിനിറ്റ്സിൽ റെഡിയാക്കി എടുക്കുന്ന വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടയിൽ നമ്മുടെ ടീ ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നമ്മുടെ പഴയ തനതായ ഒരു പഴമയുടെ രുചി വിളിച്ചുണർത്തുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെയൊക്കെ ഫേവറേറ്റ് ടൈപ്പ് ഉള്ളിവടയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. ആ ചായ വെക്കുന്ന ആ ടൈമിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ചായയുടെ ഒപ്പം നമ്മൾ സ്നാക്കായിട്ട് റെഡിയാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഈ ഉള്ളിവടയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന കുട്ടികൾക്ക്, കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും, അതുപോലെ തന്നെ ജോബിന് വേണ്ടിയിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി നിൽക്കുകയും കുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവോളയും കടലമാവും മൈദയുമാണ്. 2-3 കൂട്ടം ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചായക്കടയിലെ അതേ രുചിയിൽ, ചായക്കടയിലെ അതേ ടേസ്റ്റിൽ റെഡിയാക്കി കിട്ടുന്ന ആവശ്യമില്ലാത്ത മസാലയോ സ്പൈസസോ, അതായത് ചിക്കൻ മസാലയോ പെരുംജീരകപ്പൊടിയോ ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുത്ത ഒരു സൂപ്പറായിട്ടുള്ള നമ്മുടെ ഉള്ളിവടയുടെ റെസിപ്പി അതാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. മസ്റ്റായിട്ടും എൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും എൻ്റെ ഉള്ളിവടയുടെ റെസിപ്പി എന്ന് പറയുന്നത് കാണാത്തവർ ചെന്ന് കാണുക കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് എനിക്ക് നമ്മൾ പൊരിച്ച് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറയാൻ തികഞ്ഞില്ല, അത്രയും ഡിമാൻഡായിരുന്നു ഈ ഒരു ഉള്ളിവടയ്ക്ക്. ഞാനൊരു 4 സവോളയിലാണ് റെഡിയാക്കി എടുത്തത്. 4 സവോളയ്ക്ക് പകരം ഒരു 8 സവോളയിലൊക്കെ റെഡിയാക്കി എടുത്തിരുന്ന നമുക്ക് കുറച്ചും കൂടെ നമ്പേഴ്സ് കിട്ടിയേനെ. ഇതെന്ന് പറയുന്ന ഒരു 4 സവോളയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു 8 ഉള്ളിവട എങ്ങാണ്ടോ എനിക്ക് കിട്ടിയുണ്ടായിരുന്നുള്ളൂ. ഒരു 10 ഉള്ളിവടയിൽ മുകളിലുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചൂട് ചായയുടെ കൂടെ നമ്മൾ ആ ഒരു ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ആ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട കഴിച്ചപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ഒരു സ്വാദായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉള്ളിവട ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ പൊരിക്കുമ്പോഴത്തേനും എണ്ണ കൂടുതലൊടിച്ച് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളു നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബാച്ച് നമ്മളിട്ടു. എനിക്ക് 4 ഉള്ളിവടയ്ക്ക് ഏകദേശം 4 സവോളയ്ക്ക് ഏകദേശം 8 ഉള്ളിവടയാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ആ കൈ കൊണ്ട് തന്നെ മാക്സിമം സവോള അരിഞ്ഞത് ഞെരിക്കാൻ നോക്കണം. സ്പൂണ് കൊണ്ടോ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഉള്ളിവടയ്ക്ക് അത്ര സ്വാദ് കിട്ടത്തില്ല. അപ്പോൾ ഞാനിതാ റെസിപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഉള്ളിവടയുടെ റെസിപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരം വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പതപ്പിച്ച ഒരു കപ്പ് ചായയും കൂട്ടിയിട്ട് ഞാൻ 2-3 ഉള്ളിവട കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വൈകുന്നേരത്തെ
ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിവട സംഭവമായിരുന്നു. നമ്മളെപ്പോഴും സ്നാക്കായിട്ട് നമ്മളെപ്പോഴും വൈകുന്നേരം സ്നാക്സ് ഒന്നും പൊരിക്കാറില്ല. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഞാൻ റെസിപ്പി വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത് ഉച്ചയ്ക്കത്തെ എന്തെങ്കിലും ചോറിൻ്റെ കറിയുടെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഈവനിങ് സ്നാക്കായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ റെസിപ്പി വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. പിന്നെ മാക്സിമം ഈസി ആയിട്ടുള്ള റെസിപ്പീസ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നമുക്കും പരിമിതികളുണ്ട്. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്യാനോ ഒരുപാട് എഡിറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ കാരണം വളരെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം കൊക്കനട്ട് ഓയിലിലോട്ട് ഒഴിച്ചു തിരിച്ചും മറിച്ചു വിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് മക്കൾക്ക് ചായക്ക് വേണ്ടി എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ വിശേഷത്തിലേക്ക് കയറാം. അപ്പോൾ ഡിന്നർ എന്ന് പറയുമ്പോൾ രാത്രി ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നല്ല അടിപൊളി സിമ്പിൾ കേരള സ്റ്റൈൽ ഉച്ചയൂണും വൈകുന്നേരത്തെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കും പിന്നെ രാത്രിത്തെ ഡിന്നർ വിശേഷവും എല്ലാം കൂടെ. അപ്പോൾ ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ദോശ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയും ദോശയുമാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ദോശയുടെ കൂടെ സാമ്പാർ, ചമ്മന്തി, ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെയുള്ള എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ഹോംലി ഡിഷസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.